സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്മസ് ഒക്കെ അല്ലേ അടുത്ത് തന്നെ. നമുക്കിപ്പോൾ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയാലോ? നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കിയാലോ? എങ്ങനെ ഇരിക്കും നോക്കാം. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും. നമുക്ക് ഉണ്ടാക്കി നോക്കിയാൽ. അപ്പൊ ആദ്യം തന്നെ അതിനായിട്ട് ഒരു ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാത്രം എടുക്കുന്നുണ്ട്. പാത്രത്തിൽ 1.5 കപ്പ് പഞ്ചസാര നമ്മൾ ലായനിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് അലിപ്പിച്ചെടുക്കുകയാണ്. 1 കപ്പ് ക്യാരറ്റ് അതിലേക്ക് ഇടുകയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുകയാണ്. 1 കപ്പ് മുന്തിരി, ഈന്തപ്പഴം 1 കപ്പ്, 1 കപ്പ് കാഷ്യൂനട്ട്, ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിക്കുന്നുണ്ട്, അതിൽ നാരങ്ങയുടെ തൊണ്ട് വിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം നമുക്ക് തണുക്കാൻ വെക്കാം. 2 കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തേക്കാം. 2 കപ്പ് മൈദ ആഡ് ചെയ്യുക. 1 സ്പൂൺ ഗരം മസാല, ബേക്കിംഗ് സോഡ 1 സ്പൂൺ. നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. കുഴച്ച് നമ്മൾ അധികം ഉണ്ടപ്പരിവാക്കുന്നില്ല. വാനില എസൻസ് ഒരു ശകലം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ലിറ്റർ കൊള്ളാവുന്ന ഒരു ഗ്ലാസ് ബൗൾ എടുക്കുന്നുണ്ട്. ഗ്ലാസ് ബൗളിൽ ബട്ടർ പേപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇട്ട് കൊടുക്കാം. ഗ്ലാസ് ബൗളിലേക്ക് എല്ലാം ഫില്ല് ചെയ്തു. അപ്പൊ ഇത് മേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഓവനല്ല, നമ്മൾ വേറൊരു രീതിയിലാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഇപ്പൊ ഇവിടെ അടുക്കളയിലുള്ളത് ഇഡലിപ്പാത്രമാണ്. ഇഡലിപ്പാത്രത്തിൽ വെള്ളം നമ്മൾ വെച്ച് തിളപ്പിക്കുകയാണ്. തിളപ്പിച്ച് ആവി കയറ്റി ഇങ്ങോട്ട് ഇറക്കി വെക്കണം. ഏകദേശം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവി നന്നായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറക്കി വെക്കാം. ഇത് കൈ കൊള്ളാതെ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നടക്കുന്ന നോക്കാം. നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേക്ക്. ചെയ്യുന്നേക്കാളും ഇത് ഉള്ളു വെന്തോ എന്ന് നോക്കാനായിട്ട് നമുക്കൊരു ഈർക്കിളിയുണ്ട്. കേക്കിൽ ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ പിടിക്കുന്നുണ്ടെങ്കിൽ വേവാവുന്നില്ല, പിടിക്കാതിരിക്കുകയാണെങ്കിൽ വേവാവുന്നുണ്ട് എന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ വേവായിട്ടുണ്ട്, പിടിക്കുന്നില്ല. കേക്ക് നന്നായിട്ട് വെന്ത് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ വെച്ചതിനേക്കാളും പടപടാന്ന് ഇഷ്ടം പോലെ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ മുകളിലേക്ക് ചൂടോടുകൂടെ പഞ്ചസാര ലായനി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കേക്ക് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി സെറ്റ് ആകാൻ വേണ്ടി ഒരു ദിവസം വെച്ചിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇതാണ് സംഭവം, സെറ്റ് ആയിട്ടുണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഇതിന്റെ ഉള്ളിലായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഇതെല്ലാം കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ ക്യാരറ്റ് ഉണ്ടാക്കാൻ ഇത്രയുള്ള സംഭവം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ടാക്കിയതാണിത്. ഇത് കുറച്ചുകൂടി സെറ്റായിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത്. ചൂടെ ഇതാണ് നമ്മൾ രണ്ടാമത് ഉണ്ടാക്കിയൊരു സംഭവമാണ്. കട്ട് ചെയ്തിട്ട് ഓർമ്മ അങ്ങ് എടുക്കുകയാണ്. ഇത് നോക്കി, നല്ല ക്രിസ്പി, ടേസ്റ്റി, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി.